വാർത്താമഴയിലേക്ക് വീണ്ടും. കൊല്ലത്ത് തേവലക്കരയിൽ മദ്യപിക്കാൻ പണം നൽകാത്തതിന് മകൻ അമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ കൃഷ്ണകുമാരിയെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മകൻ മനു മോഹനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്ഥിരമായിട്ട് പ്രശ്നമാണ്. സ്ഥിരമായിട്ട് ഈ ചേച്ചിയെന്നല്ല, ഈ ഭർത്താവിനെ ഇവന്റെ അച്ഛനെയും സ്ഥിരമായിട്ട് മൃഗമായിട്ട് മർദ്ദിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ ഞങ്ങൾ പരാതിപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 3-4 പ്രാവശ്യം സ്റ്റേഷനിൽ നിന്ന് ജീപ്പ് വരികയും എസ് ഐ അവരുമായിട്ട് സംസാരിക്കുകയും അന്നേരമൊക്കെ ഓരോ വാണിംഗ് കൊടുത്ത് വിടുവാനും. ഇപ്പോഴാണ് മൃഗീയമായിട്ട് ഇത്രയും വലിയ ക്രൂരത ചെയ്തത്. അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺരാജ്, വലിയ നടുക്കമുണ്ടാക്കുന്ന വാർത്തയാണത്. മദ്യപിക്കാൻ പണം നൽകാത്തതിന് സ്വന്തം അമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിക്കുക. എന്താണ് സംഭവിച്ചത്? നാട്ടുകാരും പോലീസും ഒക്കെ പറയുന്നത് എന്താണ്? ഈ പരിക്കേറ്റ അമ്മയുടെ ആരോഗ്യനില എന്താണ്? റിജിത്ത്, ഓരോ ദിവസവും ലഹരി ഉപയോഗവും അതുമായി ബന്ധപ്പെട്ടും പുറത്തുവരുന്ന വാർത്തകൾ ഏറെ ഞെട്ടിക്കുന്നതാണ്. കൊല്ലം തേവലക്കര പടിഞ്ഞാറ്റിൻകരയിലാണ് ഇപ്പോൾ ഒരു അമ്മയെ മകൻ ലഹരി പദാർത്ഥം വാങ്ങാൻ പണം നൽകാത്തതിന്റെ പേരിൽ, മദ്യപിക്കാൻ പണം നൽകാത്തതിന്റെ പേരിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. അമ്മയുടെ ഈ കവിളിലും അതുപോലെ തന്നെ വലതുവശത്തെ കൈക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലത് കൈപ്പത്തിയുടെ ഈ ഞരമ്പിലടക്കം ഈ ഗുരുതരമായ രീതിയിൽ ആഴത്തിൽ മുറിവേറ്റു എന്നുള്ളതും പോലീസ് വ്യക്തമാക്കുന്നു. ഗുരുതരമായി പരിക്കേറ്റ കൃഷ്ണകുമാരി ഇപ്പോൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മകൻ മനു മോഹനെ തെക്കുംഭാഗം പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സ്ഥിരമായി അമ്മയെ മർദ്ദിക്കാറുണ്ട് മകൻ എന്നുള്ളതാണ് നാട്ടുകാർ ഇപ്പോൾ പോലീസിനോട് നൽകിയിരിക്കുന്ന മൊഴി. കഴിഞ്ഞ ദിവസം മദ്യപിക്കാൻ പണം നൽകാത്തതിനെ ചോദ്യം ചെയ്ത മകൻ മദ്യപിച്ച ശേഷം തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷമാണ് വീണ്ടും അമ്മയ്ക്ക് നേരെ ഇത്തരത്തിൽ അക്രമം നടത്തിയത്. അതിക്രൂരമായ അക്രമമാണ്. കവളത്തടക്കം ഗുരുതരമായ രീതിയിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. അരുൺരാജ്, ഇവരുടെ വീട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ഈ ബന്ധുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ, നാട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ കൂടുതലായി വിശദീകരിക്കുന്നത് എന്താണ് അരുൺരാജ്? റിജിത്ത്, നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ സ്ഥിരമായി ഇത്തരത്തിൽ മദ്യപിച്ച ശേഷം മനു മോഹൻ ഈ വീട്ടിലെത്തി മാതാവിനെ മർദ്ദിക്കാറുണ്ട് എന്നുള്ളതാണ്. ഒടുവിൽ നാട്ടുകാർ പോലീസിനെ അറിയിച്ച് പോലീസ് സ്ഥലത്തെത്തിയാണ് ഈ പ്രശ്നം പലപ്പോഴും പരിഹരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് അതിന്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് അതിരുവിട്ട് ഈ മദ്യപിച്ച ശേഷം വീട്ടിലെത്തിയ മകൻ അമ്മയ്ക്ക് നേരെ ഈ അത്തരത്തിൽ അക്രമത്തിന് മുതിരുകയും ചെയ്യുന്നത്. എന്തായാലും സംഭവത്തിന് ഞെട്ടലിലാണ് നാട്ടുകാർ. ഇനി ഈ മകനെ ഈ വീട്ടിലേക്ക് വിടരുത് എന്നുള്ള ആവശ്യം കൂടി നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ അമ്മ ഈ മകന്റെ ആശ്രയത്തിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്ഥിരമായി മദ്യപിച്ചെത്തുകയും അമ്മയെ മർദ്ദിക്കുകയും ചെയ്യുന്ന ശീലം ഈ മകൻ ഉണ്ടായിരുന്നു എന്നുള്ളത് നാട്ടുകാർ കൂടി സാക്ഷ്യപ്പെടുത്തുന്നു. സംഭവത്തിൽ പോലീസ് ഇപ്പോൾ മകനെതിരെ വധശ്രമത്തിനടക്കം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശരി, അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വലിയ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണത്. മദ്യപിക്കാൻ പണം നൽകാത്തതിന് മദ്യപിച്ച് വീട്ടിലെത്തി അമ്മയെ ക്രൂരമായി ആക്രമിക്കുക, വെട്ടിപ്പരിക്കേൽപ്പിക്കുക. കൊല്ലത്ത് നിന്നാണ് ആ വാർത്ത പുറത്തു വരുന്നത്. കൊല്ലം തേവലക്കരയിൽ നിന്നാണ് ആ വിവരം പുറത്തു വന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അരുൺരാജ്.